Hello, everyone. Welcome back to Raj Talks, the Odyssey, writer, director, the Christopher Nolan, based on the epic poem by Omar. അദ്ദേഹത്തിന് എത്ര ക്രെഡിറ്റ് കൊടുത്താലും മതിയാവില്ല. കാരണം നമ്മുടെയൊക്കെ മിത്തോളജി ഉണ്ട്. ആ മിത്തോളജിയുമായിട്ടൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും ഈ മിത്തോളജിയെ പറ്റി നമ്മൾ കൂടുതൽ ഗ്രീക്ക് മിത്തോളജിയെ പറ്റി കൂടുതൽ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ രാമായണവും നമ്മുടെ സ്വയംവരങ്ങളും അങ്ങനത്തെ പഴയ പൗരാണിക ഒരുപാട് കേട്ടുകേൾവിയുള്ള നമ്മുടെ കഥകളുമായിട്ട് ഒരുപാട് റിലേഷനുണ്ട്. ഹെലൻ ഓഫ് സ്പാർട്ട വെൻ ഷീ ബിക്കംസ് ഹെലൻ ഓഫ് ട്രോയ്, അതിൽ സീതാദേവിയെ അപഹരിച്ചു പോകുന്നതിൻ്റെ കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് റിലേറ്റബിൾ ആയിട്ടുള്ള എങ്കിൽ ഈ ഹെലൻ ഓഫ് ഒഡീസിയെ പറ്റിയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ചിത്രകഥകളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമയായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന കണക്ഷൻ അസാധ്യമാണ്. അതിനെ ക്രിസ്റ്റഫർ നോളൻ ഒരുക്കിയിരിക്കുന്ന ഒരു മാജിക്കൽ സ്റ്റോറി ടെല്ലിംഗ് രീതി വെറുതെ പൊക്കി അടിച്ചു വിടുകയല്ല. നോളൻ്റെ പടമായതുകൊണ്ട് കിടിലമാണ്, ടോപ്പ് നോച്ചാണ്, വൺ ഓഫ് ദ ബെസ്റ്റ്, കരിയർ ബെസ്റ്റ്, അങ്ങനെയല്ല ഞാൻ തീർച്ചയായിട്ടും ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഇതിനകത്ത് ഒരുപാട് ലോ മൊമെൻറ്റ്സും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 95%ഉം ഫുള്ളി ഹുക്ഡ് ആയിട്ടിരുന്ന് കണ്ട, അത്ഭുതപ്പെട്ടു പോയിട്ടുള്ള, വിഷ്വലി സ്പെക്ടാക്കുലർ ആയിട്ടുള്ള, കണ്ണെടുക്കാൻ പറ്റാതെ ചില സമയത്തൊക്കെ ഓരോ ടെൻഷൻ ബിൽഡ് ചെയ്യുന്നതായിക്കോട്ടെ, ചില വാവ് മൊമെൻറ്റ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെടാ എടുത്തത് എന്നുള്ള രീതിയിൽ ആവുന്നതായിക്കോട്ടെ, അങ്ങനെയൊക്കെ എല്ലാ രീതിയിലും ഞെട്ടിച്ച അപാരമായ സ്റ്റാർ കാസ്റ്റുള്ള ഒഡീസസ് ആയിട്ട് ഗ്രീക്ക് പേരുകളാണ്, ഒരുപാട് മിസ്റ്റേക്കുകൾ വരാം, സദയം ക്ഷമിക്കുക. അപ്പം മാറ്റ് ഡാമൻ, പേരുകൾ വായിക്കാം: ടോം ഹോളൻ, അന ഹാത്വേ, ചാർലിസ് ട്രോൺ. ചാർലിസ് റോണിൻ്റെയൊക്കെ ഒരു വശ്യതയുണ്ട്. ആ ക്യാരക്ടർ ശരിക്കും ഇതിൻ്റെ അകത്ത് ഈ പോയത്തിൽ എഴുതിയിരിക്കുന്നതും അതിൻ്റെ ചിത്രകഥ ഞാൻ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കിട്ടുന്നൊരു ഫീലുണ്ട്. അതൊക്കെ കാണിച്ചിരിക്കുന്ന രീതിയൊക്കെ മൈൻഡ് ബ്ലോയിങ്. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും തിയേറ്ററിൽ കണ്ടിരിക്കേണ്ട. നിങ്ങളൊരു സിനിമ ആസ്വാദകനാണെങ്കിൽ ഒരിക്കലും തിയേറ്ററിൽ മിസ് ചെയ്യരുത്. ഇത് ഒ ടി ടിയിൽ കണ്ടിട്ട് വലിയ പ്രയോജനമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ ആ സ്റ്റോറി ബിൽഡ് ചെയ്തിരിക്കുന്ന രീതിയും ആ സ്ക്രീൻ പ്ലേയുടേതും എവിടെ ഏത് സാധനം നമുക്കിപ്പോൾ ട്രോയ് സിനിമ കണ്ടതുകൊണ്ട് ബ്രാഡ് പിറ്റിൻ്റെ ഫൈറ്റിങ്ങും ആ ഒരു കാര്യം ആ പാർട്ട് നമുക്ക് അത്യാവശ്യം വ്യക്തതയുണ്ടാകുമായിരിക്കും. പക്ഷേ ഈ സ്റ്റോറി നറേഷനിൽ ഇവർ ഏത് സാധനം എവിടെ കൊണ്ടുവന്നാൽ പ്രേക്ഷകന് ഇമ്പാക്റ്റ് കിട്ടും. അത് ക്ലൈമാക്സിലാണെങ്കിലും ശരി, തുടക്കത്തിലാണെങ്കിലും ശരി, ഒരു യുദ്ധം കഴിഞ്ഞിട്ട് 10 വർഷത്തെ ഒരു പാലായനമുണ്ട് സ്വന്തം രാജ്യത്തേക്ക്, ഒഡീസി എന്നുള്ള രാജ്യത്തിലേക്ക്. മാറ്റ് ഡാമൻ പ്ലേ ചെയ്യുന്ന ഒഡീസസ് എന്ന് പറയുന്ന രാജാവിൻ്റെ കഥാപാത്രം, അദ്ദേഹത്തിൻ്റെ എത്തിക്ക അങ്ങനെ കണ്ടാണ് രാജ്യത്തിൻ്റെ പേര്. അവിടെ എത്തുന്നു. പെനോലി എന്ന് പറഞ്ഞ ക്വീൻ, അന ഹാത്വേ പ്ലേ ചെയ്യുന്ന ആ ക്യാരക്ടർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഭർത്താവിന് വേണ്ടിയിട്ട്. മകൻ ജനിച്ചപ്പോൾ പോയ തന്തയാണ് അദ്ദേഹം, ഇതുവരെ മകനെ അറിഞ്ഞിട്ടില്ല. രാജ്യത്ത് ഒരുപാട് കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. ആ കോൺഫ്ലിക്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് യുദ്ധത്തിലേക്ക് പോകുന്ന, ഗ്രീക്ക് യുദ്ധത്തിലേക്ക് പോകുന്ന ഇത് അങ്ങനെ ഒരുപാട് കെയോസിൻ്റെ നടുക്ക് ഈ കഥ സ്റ്റാർട്ട് ചെയ്ത് ബാക്ക് ആൻഡ് ഫോർത്ത് പോകുമ്പോഴും ഒരിക്കൽ പോലും ഒരു ഡൗട്ട് പോലും വരാതെ അത്രയും കിടിലമായിട്ടുള്ളൊരു സ്ക്രീൻ പ്ലേ, ഇമ്പാക്റ്റ്ഫുൾ. ഇത് എന്തിലൊക്കെ ചിത്രീകരിച്ചു, ഐമാക്സ് ഫിലിം അതിന് വേണ്ടിയിട്ട് മേക്ക് ചെയ്ത കുറേ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ ടെക്നിക്കാലിറ്റി ഒന്നും എനിക്ക് അറിയുക പോലുമില്ല. പക്ഷേ ഞാൻ വി മാക്സിലാണ് കണ്ടത്, വില്ലേജ് സിനിമാസ് മെൽബൺ. എന്നെ സംബന്ധിച്ചുള്ള അത്യാവശ്യം കിടിലമായിട്ട് എൻജോയ് ചെയ്ത ഒരു ഫുൾ പാക്ഡ് ഓഡിയൻസിൻ്റെ കൂട്ടത്തിലിരുന്ന് കണ്ട് അവസാനം എല്ലാവരും കൈയടിച്ചു. ഞാനിങ്ങനെ ഫ്രീസ് ആയിട്ടിരിക്കുകയായിരുന്നു. അമേസിങ്, റിയലി അമേസിങ്. പെർഫോമൻസ് വൈസ് ആണെങ്കിലും പെർഫോമൻസിനേക്കാളൊക്കെ ഉപരി പറയുന്നത് ഇങ്ങനെയൊക്കെ ഒരു വിഷൻ, ഒരു കഥയെടുത്തിട്ട് ഇപ്പം പെട്ടെന്ന് ആദ്യത്തെ ഒരു മണിക്കൂറുള്ള ഒരു നറേഷൻ, ഇവരുടെ യാത്രയിൽ ഇവർ ഓരോ ദ്വീപുകളിൽ ചെന്ന് പെടുന്നുണ്ട്. അവിടെയൊക്കെ ഓരോ ഫാൻറ്റസി എലിമെൻ്റ് ഉണ്ട്. ഇപ്പം ഞാനൊരു കഥ പറയാം. അപ്പം ഇനി അങ്ങോട്ട് പറയുന്നതിൽ തീർച്ചയായിട്ടും സ്പോയിലേഴ്സ് ഉണ്ടാവും. ഇപ്പം നമ്മൾ ഈ കഥ തീർച്ചയായിട്ടും എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഒരു കുറേ രാജാക്കന്മാരും വാരിയേഴ്സ് ഒരു ഗുഹയ്ക്കകത്ത് പെട്ടിട്ട് ഒറ്റക്കണ്ണൻ, ഭയങ്കര ഒരു രാക്ഷസ രൂപമുള്ള ഒരാൾ ആ ഗുഹയുടെ കവാടം അടയ്ക്കും. അതിനകത്ത് ഒരുപാട് ചെമ്മരിയാടുകളുണ്ട്. എന്നിട്ട് ആ രാക്ഷസൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചിട്ട് ഇവർ ആടിൻ്റെ അടിയിൽ കിടന്ന് എസ്കേപ്പ് ആവുന്നൊരു സീൻ. ഈ കഥ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഇത് ബേസിക്കലി ഒഡീസിയിലെ ആ പോയത്തിൽ നിന്നുള്ള ഒരു കഥയാണിത്. അപ്പോൾ ആ
കഥ ഇതിനകത്ത് നറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ വേറെ ഓരോ ദ്വീപുകളിൽ പോകുന്നത്, അവിടെ ചെല്ലുമ്പോൾ ഓരോ രൂപമാറ്റങ്ങൾ സംഭവിക്കുന്നത്, വേറൊരിടത്ത് എത്തുമ്പോഴത്തേക്കും ഈ സർപ്പം പോലുള്ള രൂപങ്ങൾ വന്ന് പിടിച്ചെടുത്തോണ്ട് പോവുക, കടലിൽ ട്രാവൽ ചെയ്യുമ്പോൾ ചുഴിയിൽ പെടുന്ന ആ ഒരു മൊമെൻ്റ് എടുത്തിരിക്കുന്നത്, അതൊക്കെ ശ്വാസമടക്കി പിടിച്ചിട്ടാണ് നമ്മൾ സ്ക്രീനിൽ കാണുക. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ക്ലൈമാക്സിലോട് എത്തുമ്പോഴത്തേക്കും മാറ്റ് ഡാമൻ്റെ ക്യാരക്ടറാണെങ്കിലും അന ഹാത്വേയുടെ ക്യാരക്ടറാണെങ്കിലും ടോം ഹോളണ്ടിൻ്റെ ക്യാരക്ടർ, ഇവരെല്ലാം ഒരു നേർരേഖയിൽ നിന്നിട്ട് വില്ലനോടൊപ്പം കൺഫ്രണ്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് ഭയങ്കര രസമാണ്. ബാക്ക് ടു ബാക്ക് ഈ ഓരോ ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുക. എന്നിട്ട് അതുപോലെ തന്നെ ഒരു സ്വയംവരം പോലെ ഒരു ആരോ എടുത്തിട്ട് എയ്ത് വിട്ട് അതൊരു ലക്ഷ്യത്തിൽ കൊള്ളിക്കുന്ന ഒരു രീതി. ആ ഒരു നേർരേഖയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ബ്രില്യൻസ് ഭയങ്കര രസമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ മാത്രം മനസ്സിലാവുന്ന ഒരു സ്പെക്ടാക്കുലർ സാധനമാണ്. എനിക്കറിയില്ല, ചില സിനിമകൾക്കൊക്കെ നമ്മളിങ്ങനെ വണ്ടർ അടിച്ചിട്ട് ഇതിനെങ്ങനെടാ റിവ്യൂ പറയുന്നത്, എന്താ പറയുക, ഇതൊക്കെ ഒരു പ്യുവർ ആസ്വാദനമാണ് ഇത്. ആം, അതേസമയം ചില ലോ മൊമെൻറ്റ്സും പടത്തിലുണ്ട്, പക്ഷേ അതൊക്കെ വെറും നെഗ്ലിജിബിൾ മാത്രമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇനിയും ഇനിയും ഇതിനെപ്പറ്റി ഓർത്തെടുത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. അമ്മാതിരി രീതിയിൽ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ. ബ്രില്യൻറ്റ്, ഇറ്റ്സ് സിംപ്ലി ബ്രില്യൻറ്റ്. അതുപോലെ ആദ്യത്തെ 1 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഏതാണ്ടൊരു എംടിയുടെ രണ്ടാം ഊഴം പോലെ വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, നമുക്കറിയാം ഈ യാത്ര ഉടനീളം ഓരോ ദ്വീപുകളിൽ പോകുമ്പോഴും ഓരോ ഫാൻറ്റസി എലിമെൻ്റ് ഉണ്ട്. പക്ഷെ അതിനെല്ലാം വളരെ ഗ്രൗണ്ടഡ് ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ മഹാഭാരതത്തിനെ രണ്ടാം ഊഴത്തിൽ കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ളതുണ്ട്. അതായത് ഭീമൻ്റെ പെർസ്പെക്റ്റീവിൽ പറയുമ്പോൾ ഭീമൻ എങ്ങനെ ജനിച്ചു, മറ്റുള്ള മക്കൾ എങ്ങനെ ജനിച്ചു, ആ ഫാൻറ്റസി ഒന്നും ഒരു ദൈവവുമായിട്ട് കണക്റ്റഡ് അല്ല. പക്ഷേ ഇതിൻ്റെ ഒരു മണിക്കൂർ നറേറ്റ് ചെയ്തതിന് ശേഷം ഇതിനകത്തൊരു ഫാൻറ്റസി എലിമെൻറ്റ് കിക്ക് ഇൻ ചെയ്യുന്നുണ്ട്. അപ്പോഴും അതിൻ്റെ ഒരു നോളൻ ബ്രില്യൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം സ്റ്റോറി നറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതി, ഒരു പക്ഷേ ഇതൊരു ഇല്യൂഷൻ ആയിരിക്കാം, ഇതൊരു ഭ്രമം ആയിരിക്കാം, എന്നൊക്കെയുള്ള രീതിയിൽ വേണമെങ്കിലും നമ്മൾ അതിനെ റീഡ് ചെയ്യാം. ക്രിസ്റ്റഫർ നോളൻ ബേസിക്കലി ഒരു എയ്ത്തിയിസ്റ്റ് ആണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഗ്രീക്ക് മിത്തോളജിയിലെ ദൈവങ്ങളുടെ പ്രസൻസും കാര്യങ്ങളും അതിനെ ചോദ്യം ചെയ്യുന്ന രീതികളും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഡയലോഗ്സും ഭയങ്കര രസമാണ്. അത് ഭയങ്കര ബ്രില്യൻ്റ് ആണ്. ഓരോ സമയത്തും ഓരോ സർപ്രൈസ് എലിമെൻ്റ് ഇതിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. സർപ്രൈസ് എലിമെൻ്റ് സെൻസ്, ഈ കഥ എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ്. ഒരുപക്ഷെ സിനിമ കാണുന്നതിന് മുമ്പ് ഒരു അരമണിക്കൂർ വീഡിയോ കണ്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് പോയാലും എല്ലാവർക്കും ഇതിൻ്റെ കഥ മനസ്സിലാക്കുക. അപ്പോൾ അതിനെ എത്ര ഇൻട്രസ്റ്റിംഗ് ആക്കുക, അതിനെ എത്ര ഡിഫറെൻ്റ് ആയിട്ട് പറയുക, എത്ര കൺവിക്ഷനോടുകൂടി സ്വന്തം ശൈലിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. ഇറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ദാറ്റ് ഈസി. ചില ലോ പോയിന്റ്സും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. ചിലയിടത്തൊക്കെ ഇച്ചിരി ഡിപ്പാവും. ചില സമയത്തൊക്കെ നമുക്ക് തോന്നും, രാജ്ഞിക്ക് സ്വന്തം പ്രിയതമനെ തിരിച്ചറിയാൻ പറ്റിയില്ലേ ഇത്രയും അടുത്തുണ്ടായിട്ടും. പക്ഷേ അതാണല്ലോ ഒഡീസി, അപ്പോൾ അങ്ങനെയാണല്ലോ ആ കഥ പറയേണ്ടത് എന്നുള്ളൊരു ലിബർട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ വിടാം. പക്ഷേ ആ റിലവേഷൻ സീൻസൊക്കെ അതിനെ എലിവേറ്റ് ചെയ്തിരിക്കുന്ന രീതി, അതും എന്താ പറയുക, അതും ഗ്രൗണ്ടഡ് ആണ്. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ളതൊക്കെ എലിവേറ്റ് ചെയ്തിട്ട് നമുക്കൊരു ഹൈ ഇത് തരുന്നതും അവസാനം ദ ഫിനിഷിൽ എഴുതി കാണിക്കുമ്പോൾ കിട്ടുന്ന സ്റ്റോറി ആൻഡ് റിട്ടൺ ഫോർ ഡി സി ബൈ ക്രിസ്റ്റഫർ നോളൻ എന്നൊക്കെ എഴുതി കാണിക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലും എനിക്കറിയില്ലേ. ഐ എം റണ്ണിങ് ഔട്ട് ഓഫ് വേർഡ്സ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി എൻജോയ് ചെയ്ത് കണ്ട, ഇതിന് മാത്രമൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ തോന്നി ഈ കഥയൊക്കെ വായിച്ചിട്ട് പോയി കണ്ടപ്പോൾ. നമ്മുടെ വായനയിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഇമാജിനേഷനും അത് പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന വേറൊരു ഇമാജിനേഷനും, അത് രണ്ടും രണ്ടാണെങ്കിലും അതിനെ നമ്മുടെ മനസ്സിനെ ഭയങ്കര സന്തോഷിപ്പിക്കാൻ പറ്റുന്ന അങ്ങനെയൊക്കെയുള്ള പറയാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ സിനിമ കണ്ട അത്രയും ഇമോഷൻ അത്രയും ക്ലിയറായിട്ട് കൺവേ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ തന്നെ കാണുക. ഒരു അഭിപ്രായം സ്വീകരിക്കാതിരിക്കുക. കണ്ട് ഈ സിനിമകളിലേക്ക് ഒരു അഭിപ്രായം ഉണ്ടാക്കുക.